അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മള് സൂറത്ത് കഹ്ഫിന്റെ രണ്ടാമത്തെ ചർച്ചാ വിഷയമായ തോട്ടക്കാരന്റെ വിഷയം വളരെ ചുരുക്കി പറഞ്ഞു വന്ന് അള്ളാഹു അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയത്തെ, ചില ചിന്താർഹമായ കുറെ കാര്യങ്ങളെ ചേർത്ത് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു പോയത്. അതില് വളരെ ശ്രദ്ധേയമായ ഒരു ആയത്താണ് ഇത് ഖുൽനാലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദമ ഫസ്ജദൂ ഇല്ലാ ഇബ്ലീസ കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി അഫതത്തഖിദൂനഹു വദുർരിയ്യതഹു ഔലിയാഅ മിൻ ദൂനി വഹും ലക്കും അദുവ്വുൻ ബിഅ്സലിൽ ളാലിമീന ബദല. അല്ലാഹു ഈ പ്രപഞ്ചത്തിന്റെ മനോഹാരിതയെ കുറിച്ച് പറയുന്നു. അവിടെ മനുഷ്യൻ സ്വീകരിക്കുന്ന സമീപനങ്ങളെ കുറിച്ച് പറയുന്നു. ആ സമീപനങ്ങളിൽ ലഭിക്കുന്ന നിഅമത്തിനോട് നന്ദിയില്ലാത്ത മനുഷ്യന്റെ സമീപനവും, അതോടൊപ്പം തന്നെ അനുഗ്രഹങ്ങളോട് നന്ദിപൂർവം അതിനെ സ്മരിക്കുന്ന മനുഷ്യന്റെ മറ്റൊരു സമീപനവും പറയുന്നു. അതിനുശേഷം അനുഗ്രഹങ്ങളെ തെറ്റായി കാണുകയും അത് തൻ്റെ കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാം എന്നിലൂടെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന രൂപേണ അതിനെ മനുഷ്യന് വ്യാഖ്യാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ രൂപത്തിൽ അതിനെ നോക്കിക്കാണുമ്പോൾ അള്ളാഹു എങ്ങനെയാണ് അള്ളാഹു അവനിൽ നിന്നും അവന്റെ നിഅമത്തിനെ ഊരിയെടുക്കുന്നത് എന്നും, അതിനുശേഷം മനുഷ്യനോട് വരാൻ പോകുന്ന ഒരു മഹാലോകത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് അള്ളാഹു ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും, ആ ലോകത്തേക്ക് മനുഷ്യനെ നയിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാനിരിക്കുന്നത് എന്നും എല്ലാം അള്ളാഹു പിന്നീട് അതുമായി ചേർത്ത് വിശദീകരിക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ ഒരു ക്ലാസ് മുറിയിലെ കുറെ കുട്ടികളും അവിടെ ആ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരും, ആ കുട്ടികൾക്ക് മുമ്പിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ച് ആ കുട്ടികളോട് സമതുല്യ നീതി പാലിച്ച് അത് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന്റെ രീതിയും എല്ലാം നമ്മൾ ചേർത്ത് പറഞ്ഞു. അള്ളാഹു ഭൗതിക ലോകത്ത് തന്നെ മനുഷ്യന് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ അള്ളാഹു മനുഷ്യനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ആ ഒരു പരീക്ഷാ ഹാളിലേക്കുള്ള യാത്രക്ക് മുന്നോടിയായി മനുഷ്യന് ജീവിതത്തെ സൂക്ഷ്മമായി പരിപാലിച്ചു കൊണ്ടുപോവേണ്ടതുണ്ട്. ആ ലോകത്തെ വിസ്മരിക്കുന്ന, ആ ലോകത്തെ മറക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകളോ ജീവിത രീതികളോ ഉണ്ടാവാൻ പാടില്ല. അത് വലിയ ദുരന്തം മനുഷ്യന്റെ സൃഷ്ടിക്കും എന്ന ഒരു വലിയ പാഠം അള്ളാഹു പിന്നീട് പഠിപ്പിക്കുകയാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പരീക്ഷാ ദിവസത്തെ മറപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ചിന്തയെ തെറ്റിപ്പിക്കുന്ന ധാരാളം ഇടപെടലുകൾ ഉണ്ടാവും. അപ്പോ അവിടെയെല്ലാം നമ്മുടെ മാതാപിതാക്കൾ, നമ്മളോട് സ്നേഹമുള്ള മാതാപിതാക്കള്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയോട് അതിരറ്റ കാരുണ്യമുള്ള ഒരു ഗുരുവര്യന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ഇതാ നിങ്ങള് വഴിതെറ്റി നടക്കരുത് ട്ടോ, നമ്മള് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് നിങ്ങള് വരാനിരിക്കുന്ന പരീക്ഷാ ദിവസത്തെ ഗൗരവത്തിൽ എടുക്കണട്ടോ എന്ന് നിരന്തരം ഉപദേശിക്കും. ആ നിരന്തരം ഉപദേശിക്കുന്നത് പോലെയുള്ള ഒരു ഉപദേശമാണ് അള്ളാഹു ഈ ആയത്തിൽ വെക്കുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ ഓതി വെച്ച ഈ ആയത്തിന്റെ മുകളിലുള്ളത് ഒരു പരീക്ഷാ ദിവസത്തെക്കുറിച്ചുള്ള, പരീക്ഷാ ഹാളിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ആ ഒരു വലിയൊരു ചിത്രത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് അള്ളാഹു നടത്തുന്നത്.
അപ്പോ അതിനുശേഷം അള്ളാഹു ഇനി പറയുകയാണ്, മനുഷ്യനോടുള്ള കാരുണ്യമായിട്ട് പറയുകയാണ്. എന്ത്? ഒരു നിങ്ങളുടെ പിതാമഹനെ, നിങ്ങളുടെ പിതാവിനെ വഞ്ചിച്ച, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു കൽപ്പനയിൽ നിന്ന് ആ പിശാച് തെറ്റിക്കുകയും ആ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ സമീപനം സ്വീകരിച്ചപ്പോൾ സംഭവിച്ച അപകടത്തെ നിങ്ങൾ നിരന്തരം ഓർക്കണം എന്ന് അള്ളാഹു പിന്നെ ഇതുവരെയും ഈ ഭൂമിയിൽ സമയം ലഭിച്ച മനുഷ്യനോടുള്ള അള്ളാഹുവിന്റെ ഉണർത്തലാണ്, ഒരു ഉണർത്തുപാട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുകയുണ്ടായി, ഈ പിന്നെ ധാരാളം ഇടങ്ങളിൽ എന്തുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ മലായിക്കത്തിന്റെ സുജൂദിനെ കുറിച്ച്, അതോടൊപ്പം തന്നെ അവർക്കിടയിൽ നിന്ന് ഇബ്ലീസിന്റെ, പിശാചിന്റെ ഒഴിഞ്ഞുമാറലിനെ കുറിച്ച് നിരന്തരം അള്ളാഹു പറയുന്നത്? ഇത് ശക്തമായ ഒരു ഉണർത്തുപാട്ടാണ്. പലയിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അള്ളാഹു കൊണ്ടുവരുന്നുണ്ട്. അതെല്ലാം തന്നെ ഒരേ അർത്ഥത്തിലുള്ള, ഒരേ രൂപത്തിലുള്ള വായനയല്ല നടത്തേണ്ടത്. അവിടെയെല്ലാം തന്നെ ആ വിഷയങ്ങൾ പറഞ്ഞു വെക്കുന്ന, അല്ലെങ്കിൽ മുമ്പിലും താഴെയും മുകളിലുമായി അള്ളാഹു വിശദീകരിക്കുന്ന കാര്യങ്ങളുമായിട്ട് അതിന് വലിയ വലിയ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ അതിലൂടെ വായിച്ചെടുക്കേണ്ടതുണ്ട്. അല്ലാതെ ഇതൊന്നും തന്നെ ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതല്ല. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുന്യ, നമ്മുടെ ഈ ഭൗതികമായ സമ്പാദ്യങ്ങളും നമ്മളെ സുഖലോലുപതയും അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളും മറ്റു ഭൗതികമായ എല്ലാം എങ്ങനെയാണ് ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ ചിന്തയിൽ നിന്ന്, അവന്റെ മടക്ക യാത്രയെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് അവനെ എങ്ങനെയാണ് മാറ്റിക്കൊണ്ടു പോകുന്നത് എന്ന് അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നിട്ട് അതിനോടൊപ്പം മറ്റൊരു മഹാലോകത്ത് അള്ളാഹു ചേർത്ത് വെക്കുകയാണ്. വയൗമൻ ഉസയ്യിറുൽ ജിബാല, ഇനി പ്രപഞ്ചത്തെ ഉടക്കുന്ന, പ്രപഞ്ചത്തെ അള്ളാഹു അവൻ ജീവിക്കുന്ന, അവൻ സുന്ദരമായി കാണുന്ന, മനോഹരമായി കാണുന്ന നദികളും പുഴകളും മലകളും അരുവികളും എല്ലാം നിറഞ്ഞ് അവന്റെ കൺമുമ്പിൽ മനോഹരമായി നിൽക്കുന്ന അവന്റെ തോട്ടങ്ങളെയും വീടുകളെയും അരുവികളെയും എല്ലാം തന്നെ അവൻ മിഴിചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് എങ്ങനെയാണ് അള്ളാഹു ഉടച്ചു വാർക്കുന്നത്? അവൻ അവിടെ ഒന്നുമില്ലാത്ത രൂപത്തിൽ, ഒരു മൈതാനമായി മാറുന്ന രൂപത്തിൽ, അവിടെ നമ്മൾ പറഞ്ഞതുപോലെ, ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ അള്ളാഹു അത്തരത്തിലുള്ള ഒരു ഇടപെടലങ്ങ് നടത്തിക്കഴിഞ്ഞാൽ അവന്റെ കാല് വെച്ചാൽ തെന്നി മാറുന്ന രൂപത്തിലേക്ക് ആ ഭൂതലത്തെ അള്ളാഹു മാറ്റും. അതുവരെ മനോഹരമായി നിന്ന, നമ്മൾ ധാരാളം മനോഹരമായ വാക്കുകളെ കൊണ്ട് വ്യാഖ്യാനിച്ച മലമേടുകളും അതുപോലെ തന്നെ താഴ്വാരകളിലൂടെ ഒഴുകുന്ന പുഴകളുമെല്ലാം തന്നെ ഭീകരമായ രൂപത്തിലേക്ക് മാറ്റപ്പെടുകയും അവിടെ അതുവരെ ആസ്വദിച്ച മനുഷ്യരെല്ലാവരും തന്നെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയായി പോകുകയും ചിതറിപ്പോകുകയും അവരുടെ ശരീരഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് കണ്ടാൽ പോലും പേടിയാകുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ മുറിക്കുന്ന രൂപത്തിൽ, വേദനിപ്പിക്കുന്ന രൂപത്തിൽ അള്ളാഹു എങ്ങനെയാണ് മാറ്റുന്നത് എന്നുമുള്ള ഒരു മഹാചിത്രത്തെ അള്ളാഹു വരച്ചു കാട്ടുകയാണ്. നമ്മുടെ മുമ്പിലൂടെ നമ്മൾ ഈ പറഞ്ഞത് മുഴുവനും കടന്നു പോകുകയാണ്. നമ്മൾ എവിടെയെല്ലാം ഏതെല്ലാം മനോഹരമായ രംഗങ്ങളും മനോഹരമായ ഇടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടോ, ആ ഇടങ്ങളെല്ലാം തന്നെ അള്ളാഹു എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ അള്ളാഹു എങ്ങനെയാണ് മാറ്റിയത് എന്ന് നമ്മൾ കാണുകയാണ്. അല്ലേ? വയൗമനുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസതൻ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദ വഉരിദു അലാ റബ്ബിക സഫൻ ലഖദ് ജിഅ്തുമൂന കമാ ഖലഖ്നാകും അവ്വല മർറ ബൽ സഅംതും അല്ലം നജഅല ലക്കും മൗഇദ. അല്ലെ? അങ്ങനെ ഒരു ലോകമില്ല എന്ന മനുഷ്യന്റെ ചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്ന മനുഷ്യന്റെ തെറ്റായ ബോധമുണ്ട്. അവിടെയാണ് മനുഷ്യൻ പ്രതിസന്ധി വരുമ്പോൾ, മനുഷ്യന് ദുഃഖങ്ങൾ വരുമ്പോൾ, മനുഷ്യനെ അവൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പലപ്പോഴും അവൻ പറഞ്ഞു പോകുന്നു, എന്താണ് സംഭവിക്കുന്നത് എന്ന്. അല്ലെ? അപകടങ്ങൾ വരുമ്പോൾ മനുഷ്യൻ അള്ളാനെ വിളിക്കുന്നുണ്ട്. അപകടങ്ങൾ വരുമ്പോഴും എവിടെയാണ് ദൈവം എന്ന് ചോദിക്കുന്ന മനുഷ്യൻ, ആ അപകടമുഖത്തുള്ള മനുഷ്യനോട് ചോദിച്ചാൽ മതി, നിങ്ങൾ ആ സമയം ആരെയാണ് വിളിച്ചത് എന്ന്. അവൻ പറയും, അള്ളാഹുവിനെ വിളിച്ചു, അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ചു, ഈശ്വരനെ വിളിച്ചു എന്ന് പറയും. അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവൻ പറയുന്നു, ദൈവം എന്നെ രക്ഷിച്ചു എന്ന് പറയുന്നു. രക്ഷപ്പെട്ടു വരുന്നവൻ പറയുന്നത് ദൈവം എന്നെ രക്ഷിച്ചു എന്നാണ്, ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് രക്ഷപ്പെട്ടു വരുന്നവൻ പറയുന്നത്. എന്നാൽ ഇനി ആരും രക്ഷപ്പെടാത്തൊരു മഹാലോകത്തെ കുറിച്ച് അള്ളാഹുവിടെ പറയുകയാണ്. ആർക്കും ഒരു നിലക്കും രക്ഷപ്പെട്ടു വരാൻ പറ്റാത്ത രൂപത്തിലുള്ള
ഒരു മഹാലോകത്തെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉടക്കുന്ന ഒരു 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 ഇടപെടലിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ്. ഇവിടെ നമ്മളെല്ലാവരും സ്തബ്ധരായി പോകുന്ന ചെറിയ ചെറിയ നിമിഷങ്ങൾ നമുക്ക് മുമ്പിൽ അള്ളാഹു കൊണ്ടുവരികയാണ്. നമ്മളെല്ലാവരും ദുഃഖിച്ചു പോകുന്ന, വേദനിച്ചു പോകുന്ന, പിടച്ചു പോകുന്ന ചെറിയ ചെറിയ അള്ളാഹുവിന്റെ ഇടപെടലിനെ അള്ളാഹു പറയുകയാണ്. ഇവിടെ നമ്മളും ഒരു വേള തരിച്ചു പോവുകയാണ്. ഒരു വലിയൊരു ഫാക്ടറിയുടെ ഉടമ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഡക്റ്റിന് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുണ്ട് എന്ന് കരുതുക. അയാള് നമ്മുടെ മുമ്പിൽ വെച്ച് അതിലെ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് അങ്ങ് വലിച്ചെറിയാണ്, അത് ചിതറിത്തെറിക്കുകയാണ്. ദുർബലനായ നമ്മള് അത് നോക്കിക്കൊണ്ട് പറയും, ഓ എന്തൊരു പണിയാണ് ഇയാൾ ചെയ്തത്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ആ മുമ്പിലിരിക്കുന്ന ദുർബലനേക്കാളും എല്ലാം കൊണ്ടും ശക്തനായ, സമ്പത്ത് കൊണ്ട്, ചിന്ത കൊണ്ട്, നിർമ്മിതി കൊണ്ട്, ആ നിർമ്മിതിയുടെ പ്രൗഢി കൊണ്ട് സമ്പന്നനായ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ വ്യക്തിയുടെ മുമ്പിൽ എറിഞ്ഞു തകർത്ത ഒന്നുമല്ല. അതിനെ വീണ്ടും പുനർനിർമ്മിക്കുവാൻ കഴിവുറ്റ ആ വ്യക്തി അതിനെ വളരെ നിസാരമായിട്ട് കാണുന്നു. അപ്പോൾ ഇവിടെ രണ്ടാമത് നിർമ്മിക്കുക എന്നുള്ള ഒന്ന് വളരെ ചിന്തനീയമായൊരു വിഷയമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇത്തരം കാര്യങ്ങളെ ചേർത്ത് പറയുമ്പോൾ അള്ളാഹു യൗമുൽ ഖിയാമയെ അടിവരയിട്ടുകൊണ്ട് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറയുകയുണ്ടായി, നമ്മൾ ഈ വായിച്ചു പോകുന്നതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി ഏറ്റവും കർമ്മമേഖലയിൽ നമ്മൾ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇടപെടലിന്റെ ആ അളമത്തിനെ നന്നായി മനസ്സിലാക്കുന്ന രൂപത്തിൽ നമ്മൾ ഈ വിഷയത്തെ എല്ലാം തന്നെ നമ്മൾ വായിക്കണം. അല്ലെങ്കിൽ നമ്മൾ പതറിപ്പോകും, നമ്മൾ കാലിടറിപ്പോകും, നമ്മുടെ ചിന്ത വികൃതമായി പോകും. അള്ളാഹുവിന്റെ അളമത്തിനെ ബോധ്യപ്പെടുക എന്നുള്ളതാണ്. മനുഷ്യർക്കിടയിൽ ചില മനുഷ്യര് അവൻ എറിഞ്ഞു പൊട്ടിക്കുന്ന, അവൻ ദുർബലമാക്കി കളയുന്ന വസ്തുക്കളെ അവനോട് കിടപിടിക്കുന്ന, അവന്റെ മുമ്പിൽ അതേ രൂപവും ഭാവവും പേറുന്ന മനുഷ്യന്റെ മുമ്പിൽ അവൻ അത്ഭുതം സൃഷ്ടിക്കുമ്പോൾ ദൈവമെന്ന് പറയുന്ന, ഈശ്വരൻ എന്ന് പറയുന്ന, പ്രപഞ്ചത്തിന്റെ നാഥൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു മഹാശക്തി, ആ ശക്തി ഒരിക്കലും മനുഷ്യരോട് തുല്യത പുലർത്തുന്ന ഒന്നല്ല, അവനോട് സമമായി നിൽക്കുന്ന ഒന്നല്ല. അവന്റെ കഴിവുകൾക്ക്, അവന്റെ ചിന്തകൾക്ക്, അവന്റെ ഇടപെടലുകൾക്കെല്ലാം തന്നെ അപ്പുറം നിൽക്കുന്ന, ഇതിനെല്ലാം തന്നെ പാകപ്പെടുത്തുകയും ഇതിനെല്ലാം തന്നെ ശരിപ്പെടുത്തുകയും അതിനെ മനോഹരമായി നിർമ്മിക്കുകയും അതിനെ ഉടക്കുകയും രണ്ടാമത് നിർമ്മിക്കുകയും ചെയ്യാൻ കഴിവുറ്റ മഹാശക്തിയാണ്. അതുകൊണ്ട് ഈ മഹാപ്രപഞ്ചത്തിന്റെ ഒരു കോണിൽ നമ്മൾ വലുതെന്ന് പറയുന്ന, ഭീകരമെന്ന് പറയുന്ന ഒരു പ്രശ്നം, ഒരു വിഷയം അള്ളാഹുവിന്റെ തഖ്ദീറിൽ, അള്ളാഹുവിന്റെ തദ്ബീറിൽ അത് നമ്മൾ എണ്ണിക്കണക്കാക്കുന്ന 100ൽ ഒരു അംശത്തിന്റെ എത്ര ആ ഒരു അംശത്തെ നിങ്ങൾ എത്ര പിന്നെ കഷ്ടിക്കുകയും അതിന്റെ അവസാനത്തെ കോടിക്കണക്കിന് കഷ്ടിച്ച് അതിന്റെ അവസാനത്തെ 1% ഇന്ന് നമ്മൾക്കിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ തഖ്ദീറിന്റെ ഭാഗമായി, തദ്ബീറിന്റെ ഭാഗമായി നടക്കുന്ന ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ ഇടപെടലുകൾ. അതൊന്നുമല്ല, പക്ഷെ നമുക്കത് വലിയ വിഷയമാണ്. അപ്പൊ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്, ഇതിനേക്കാളും ഭീകരമായൊരു ലോകം ഇതാ നിങ്ങൾക്ക് വരാനിരിക്കുന്നു. കുറച്ചാളുകളാണ് മുമ്പേ പോകുന്നത്, എന്നാൽ നിങ്ങളെല്ലാവരും ഇതുപോലെ കൊണ്ടുവരുന്ന ഒരു ലോകമുണ്ട് അല്ലെ. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി തന്നെ കിടുകിടാ വിറക്കുന്ന ദിവസം. വഅഖ്റജത്തിൽ അർദു അത്ഖാലഹ, അതിനെ അടിമേൽ മറിക്കുകയും, ഭൂമിയെ തന്നെ പൂർണ്ണമായി അടിമേൽ മറിക്കുകയും അതിന്റെ ഉള്ളിലുള്ളതെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന ദിവസം. ഫഖാലൽ ഇൻസാനു മാലഹ, അന്നും മനുഷ്യൻ ചോദിക്കും എന്ത് സംഭവിച്ചു എന്ന് അവൻ നിലവിളിക്കും അല്ലേ. യാ അയ്യുഹന്നാസ് ഇന്ന സൽസലത്ത സാഅതി ശൈഉൻ അളീം. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്ന സൽസലത്ത സാഅതി ശൈഉൻ അളീം, അന്ത്യനാളിന്റെ കിടുകിടാ വിറക്കലുണ്ടല്ലോ, അത് വലിയ സംഭവമാണ്. അള്ളാഹു തന്നെ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ് വലുതാണ്. പടച്ച തമ്പുരാൻ തന്നെ അത് മഹാ ഭീകരമാണ് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞു തരികയാണ്. നമ്മൾ ചെറിയ ചെറിയ വിഷയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
ഭീകരമായ അന്തരീക്ഷം എന്ന് പറയുന്നത്. ആളുകൾ കരയുന്നു, ആളുകൾ ഓടുന്നു, ആളുകൾ നിലവിളിക്കുന്നു, കുടുംബങ്ങൾ ചിന്നിച്ചിതറുന്നു, ആർക്കും ആരെയും നോക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു. മയ്യത്തുകൾക്ക് വേണ്ടി, നമുക്ക് മുമ്പിൽ മരിച്ചു കിടക്കുന്ന മയ്യത്തുകൾക്ക് വേണ്ടി നമ്മൾ രാവും പകലും ഓടിക്കൊണ്ടേയിരിക്കുന്നു. അവനെ ആദരിക്കുവാനും അവനൊന്ന് കിട്ടിയാൽ അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി അവന്റെ അവസാനത്തെ യാത്രാമൊഴി നടത്താൻ നമ്മൾ നിരന്തരം ഓടുകയാണ്. എന്നാൽ ആരുമില്ലാത്തൊരു ലോകം, അങ്ങനെ ആരും അവശേഷിക്കാത്തൊരു ലോകം, ആ ലോകത്തെ അള്ളാഹു തന്നെ വിശേഷിപ്പിക്കുന്നത് അതൊരു വലിയൊരു ദിവസമാണ് എന്നാണ്, ഇതൊരു മഹാസംഭവമാണ് എന്നാണ് അള്ളാഹു തന്നെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഭീകരത എന്തേക്കാരം? നമ്മള് എല്ലാവരും കാണാൻ പോകുന്ന, അറിയാൻ പോകുന്ന ഒരു മഹാലോകത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. എന്താണ് ഇനി അത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ഇന്ന സൽസലത്തസ് ഇന്ന സൽസലത്തസ് സാഅത്തി ശൈഉൻ അളീം. അല്ലേ? തളഉ കുല്ലു മുർളിഅത്തിൻ അമ്മർളഅത്ത് വതളഉ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹാ വതറന്നാസ സുക്കാറ വമാഹും ബിസുക്കാറ വലാകിന്ന അദാബല്ലാഹി ശദീദ്. അപ്പൊ ഈ ഭീകരത കണ്ട്, ചെറിയ ചെറിയ ഭീകരത കണ്ട് പേടിച്ചു പോകുന്ന മനുഷ്യൻ, അവൻ അള്ളാഹുവിന്റെ അസ്തിത്വത്തെയും എവിടെയാണ് പ്രപഞ്ചനാഥനെന്നും കാരുണ്യവാൻ എവിടെയാണെന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇന്ന് ചുറ്റും ഉയരുന്നുണ്ട്. അങ്ങനെ ചോദിക്കാൻ ആരുമില്ലാത്തൊരു ലോകം അള്ളാഹു സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നു. ആ ലോകത്തെ കുറിച്ചാണ് ഈ ആയത്തിൽ നേരെ മേലെ പറഞ്ഞു വെച്ചത്. പക്ഷെ നമ്മളത് പറഞ്ഞപ്പോഴേക്കും അതിന്റെ ചെറിയ ചെറിയ ഡോസുകൾ നമ്മുടെ മുമ്പിൽ കണ്ടു. നമുക്ക് ആരൊക്കെയോ നഷ്ടപ്പെട്ടു പോയി, നമ്മൾ വല്ലാതെ വേദനിച്ചു പോയി, നമ്മൾ വല്ലാതെ ദുഃഖിച്ചു പോയി. അല്ലേ? നമ്മള് ഏറെ സ്നേഹിച്ചു കൊണ്ട് നടന്ന, നമ്മളെ മടിയിലിരുത്തി നമ്മൾ കളിപ്പിച്ച എല്ലാവരും തന്നെ മെഴി ചിമ്മി തുറന്നപ്പോഴേക്കും നമ്മൾ പറഞ്ഞു വെച്ച ഒരു മഹാ അപകടത്തിന്റെ, അള്ളാഹുവിന്റെ മഹാ ഇടപെടലിന്റെ ഭാഗമായി, തഖ്ദീറിന്റെ ഭാഗമായി അവരെ കിട്ടാത്തൊരു അവസ്ഥാവിശേഷം നമുക്കുണ്ടായി. നമ്മളെല്ലാവരും അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു മഹാലോകത്തെ വീണ്ടും അള്ളാഹു പറയാണ്. അപ്പോ ഇതെല്ലാം പിന്നെ നിങ്ങളെ പരീക്ഷണം എന്ന് പറയുന്നത് പിന്നെ ബലാഇന് മുഫസ്സിരീങ്ങൾ കൊടുക്കുന്ന അൽ ബലാഉ അൽ ഇംതിഹാനു എന്നാണ്. അവിടെ ഇമാം ഷഅറാവി വിശദീകരിക്കുന്ന ബലാഇനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷഅറാവി പറയുന്നുണ്ട്, മനുഷ്യർക്കിടയിൽ നിങ്ങൾ ഇംതിഹാന് നടത്തുമ്പോൾ, പരീക്ഷ നടത്തുമ്പോൾ എന്തുകൊണ്ട് മനുഷ്യനെ വിമർശിക്കുന്നില്ല? എന്തുകൊണ്ട് മനുഷ്യനെ വിമർശിക്കുന്നില്ല? അവൻ അതിനെ സ്വാഗതം ചെയ്യുകയും അവന് സമതുല്യനായ മനുഷ്യൻ അവനറിയാതെ അവൻ നിർബന്ധിതനായി അവൻ വിളിക്കുന്ന ഇടത്തേക്ക് പരീക്ഷണാർത്ഥം അവൻ കടന്നു ചെല്ലുകയും അതിനവൻ പൂർണ്ണമായി കീഴുതുങ്ങുകയും അതിൽ അവൻ വിജയിയോ പരാജിതനോ ആയി മാറുകയും ചെയ്യുന്നു. അവിടെ നിങ്ങൾ വിമർശിക്കുന്നില്ലെങ്കിൽ, നിങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഈ പ്രപഞ്ചത്തെ നിർമ്മിക്കുകയും ആ നിർമ്മിതിയെ വീണ്ടും ഉടക്കുകയും ചെയ്യുന്ന നാഥനെ നിങ്ങൾ എന്തിനെ വിമർശിക്കണം എന്ന് ഇമാം ഷഅറാവി ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് വിമർശിക്കാൻ അധികാരമില്ല? കാരണം നിങ്ങളെ നിർമ്മിച്ചവന് വീണ്ടും നിർമ്മിക്കുവാൻ കഴിവുറ്റവനാണ് എന്നുള്ളത് തന്നെയാണ് ആ പരീക്ഷണത്തിന്റെ പിന്നിലുള്ള മറ്റൊരു തേട്ടം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിന് മുമ്പ് കുറെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പ്രവാചകനും ഭൂമിയിൽ അള്ളാഹു ഉണ്ട് എന്ന് പറയാൻ വേണ്ടി വന്നിട്ടില്ല. നമ്മൾ വളരെ ശക്തമായി പഠിക്കേണ്ട ഒരു പാഠാണ്. പടച്ചോന് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രവാചകനും വന്നിട്ടില്ല. അതുകൊണ്ട് അത് മനുഷ്യന്റെ പ്രകൃതമായ ബോധമാണ്. പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഈശ്വര എന്ന് മനുഷ്യർ കൂടി ചേർന്നുകൊണ്ട് വിളിക്കുന്നു. രക്ഷപ്പെട്ടവൻ പറയുന്നു ഈശ്വരനെ രക്ഷിച്ചു എന്ന് പറയുന്നു. അത് മനുഷ്യന്റെ പ്രകൃതി ബോധമാണ്. എന്നാൽ മനുഷ്യന് തിരിയാതെ പോകുന്ന ഒരു വിഷയമുണ്ട്. അങ്ങനെ കൂട്ടം ചേർന്നുകൊണ്ട് വിളിക്കുന്നതിന് മുമ്പ് അവൻ ദൈവമുണ്ടെന്ന് പറയുകയും എന്നാൽ ആ ദൈവത്തോട് കാണിക്കേണ്ട നന്ദി വേണ്ട രൂപത്തിൽ കാണിക്കാതെ പോകുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം പല മനുഷ്യരുടെയും ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. അത്തരം അവസ്ഥാവിശേഷം കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? അത് കടന്നു വരുന്നത് അവനെ ഉടച്ചു നിർമ്മിക്കുന്ന
മറ്റൊരു ലോകമില്ല എന്ന അവന്റെ തെറ്റായ ധാരണയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് സമതുല്യനായ ഒരു മനുഷ്യൻ, മഹാനിർമ്മിതികൾ നടത്തുന്ന ഒരു മനുഷ്യൻ, നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അയാളിൽ നിന്ന് വാങ്ങുന്ന ഒരു വസ്തുവിനെ, ഒരു നിർമ്മിതിയെ അയാൾ നമുക്ക് മുമ്പിൽ വെച്ച് അങ്ങ് എറിഞ്ഞങ്ങ് ഉടച്ചു കളഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു വേദനയാണ്, അല്ല അത്ഭുതമാണ്, അല്ലെങ്കിൽ ആശ്ചര്യമാണ്, അല്ലെങ്കിൽ അതൊരു വേദനയാണ്. എന്നാൽ ആ എറിയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാളും സമ്പത്ത് കൊണ്ടും ചിന്ത കൊണ്ടും ഒരു വസ്തുവിനെ നിർമ്മിക്കാനുള്ള അയാളുടെ വൈഭവം കൊണ്ടും അയാൾ ഏറെ ശക്തനായത് കൊണ്ട് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല. അതുപോലെ മനുഷ്യർ ചെറിയൊരു കൂട്ടം വലിയൊരു കൂട്ടത്തെ പരീക്ഷണത്തിന് വിധേയമാക്കുന്ന ഭൂമിയിൽ അവന്റെ ഇടത്തേക്ക് അവൻ നിർബന്ധിതനായി അവൻ വിളിക്കുന്ന ഇടത്തേക്ക് അവൻ കടന്നു പോകുന്നു. ആ ഇംതിഹാനിനെ നമ്മൾ വിമർശിക്കുന്നില്ല. അവിടെ നമ്മൾ പരാജയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ വിജയിയാകുന്നുണ്ട്. എന്നാൽ പരാജയപ്പെട്ടവൻ നിന്റെ കാരണം കൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത് എന്ന് പറയുന്നില്ല. അവിടെ അവന്റെ ജീവിതത്തെ അവൻ തിരിച്ചറിയുന്നുണ്ട്. എന്റെ പ്രശ്നം കൊണ്ട്, എന്റെ ഇടപെടൽ കൊണ്ട്, എന്റെ തെറ്റായ സമീപനം കൊണ്ട് എനിക്കിതെല്ലാം വന്നു എന്ന് അയാൾ തിരിച്ചറിയുന്നുണ്ട്. അയാൾക്ക് പിന്നീട് അതിനെ തിരുത്താനുള്ള സമയം ലഭിക്കുന്നുണ്ട്. ആ സമയത്തെ അയാൾ നന്നായി മനസ്സിലാക്കുവാന്, ആ സമയത്തെ ഉൾക്കൊള്ളുവാന് പിന്നീട് അയാൾക്ക് അവസരം ലഭിക്കുന്നുണ്ട്. അപ്പോ ഇനി അവസരം ലഭിക്കാത്തൊരു ദിവസം വരാൻ പോകുന്നുണ്ട്. അതിനാൽ നിങ്ങളെ ഈ ചിന്തയിൽ നിന്ന് തെറ്റിക്കുന്ന, നിങ്ങളുടെ പിതാവിനെ വഞ്ചിച്ച ഒരു വ്യക്തിയുടെ ഇടപെടൽ നിങ്ങൾക്കിടയിൽ നടക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു പറയാണ്. ഇത്തരം വിഷയങ്ങൾ പറഞ്ഞു വെച്ചിട്ട് ആരാണത്? വൈദ് ഖുൽന ലിൽ മലായികത്തി, നാം മാലാഖമാരോട് പറഞ്ഞ ആ നിമിഷത്തെ നിങ്ങളൊന്ന് ഓർക്കുക. ഉസ്ജുദൂലി ആദമ, നിങ്ങൾ ആദമിനെ നിങ്ങൾ കീഴുതുങ്ങുക, ആദമിനെ നിങ്ങൾ ആദരിക്കുക. വസജദു, അവരെല്ലാവരും ആദരിച്ചു. ഇല്ല ഇബിലീസ, ഇബിലീസ് ഒഴിച്ച്. കാനമിനൽ ജിന്നി, അദ്ദേഹം ജിന്നി വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. എന്നാണ് അതിൽ മുഫസ്സിരീങ്ങൾ കൊടുക്കുന്ന അർത്ഥം. അള്ളാഹുവിന്റെ കൽപ്പനയുടെ വൃത്തത്തിൽ നിന്നും അയാൾ പുറത്തു കടന്നു. അയാൾ അള്ളാഹുവിന്റെ കൽപ്പനയോട് ധിക്കാരപൂർവമായ സമീപനം സ്വീകരിച്ചു. എന്നിട്ട് അള്ളാഹു പറയാണ്, അഫതത്തഖിദൂനഹു, നിങ്ങള് നിങ്ങളുടെ പിതാവിനോടുള്ള പിന്നെ തെക്കിരീം കാണിക്കണമെന്ന് അള്ളാഹു പറയുകയും അതിനോട് വിമുഖത കാണിക്കുകയും അതിന്റെ പേരിൽ നാം ആട്ടിയിറക്കുകയും ആ പക തീർക്കുവാൻ നിങ്ങളെ നിരന്തരം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന പരീക്ഷാ ദിവസത്തെ മറപ്പിക്കുകയും ചെയ്യുന്ന, നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു ലോകത്തെ നിങ്ങളിൽ നിന്ന് വിസ്മരിപ്പിക്കുകയും അങ്ങനെ അതിൽ നിന്ന് നിങ്ങളെ അകത്തിക്കൊണ്ടുപോയി നിങ്ങളെ നരകാഗ്നിയുടെ വാക്താക്കളാക്കുകയും ചെയ്യുന്ന ആ പിശാച്ചിനെ നിങ്ങൾ പങ്കാളികളായി, നിങ്ങളുടെ കൂട്ടുകാരായി, നിങ്ങളുടെ മിത്രമായി നിങ്ങൾ സ്വീകരിക്കുകയാണോ? അഫതത്തഖിദൂനഹു വദുർരിയ്യതഹു, അദ്ദേഹത്തിന്റെ സന്തതികളെയും, ഇന്നഹു യറാക്കും ഹുവ ഖബീലുഹു എന്ന് മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നുണ്ട്. പിശാച്ചിന്റെ സന്തതികളും നിങ്ങൾ കാണാത്ത ഇടങ്ങളിലൂടെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഔലിയാ അമിൻ ദൂനി, എന്നെ കൂടാതെ നിങ്ങളുടെ മിത്രങ്ങളായി നിങ്ങൾ സ്വീകരിക്കുകയാണോ? വഹും ലക്കും അദുവുൻ, അവരെല്ലാവരും പിശാച്ചിന്റെ സന്തതികളും നിങ്ങൾക്ക് ശത്രുവാണ്. ബിഇസലിദ്ദാലിമീന ബദല, അക്രമികൾക്ക് പകരമായി ലഭിച്ചത് എത്ര മോശം, അല്ലെങ്കിൽ പകരമായി സ്വീകരിക്കുന്നത് എത്ര മോശമാണ്. അപ്പൊ ഈ ആയത്തില് നമ്മൾ എന്തുകൊണ്ട് മലായിക്കത്തിനോട് പറഞ്ഞു എന്നൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്തു. ഇവിടെ മലായിക്കത്തിനോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ മലായിക്കത്ത് അവര് വിശുദ്ധരാണ്, പാപം ചെയ്യാത്തവരാണ്. അപ്പൊ അള്ളാഹുവിന്റെ സാമീപ്യമുള്ളവരാണ് അവര്. അവരോട് മനുഷ്യനെ ആദരിക്കാൻ വേണ്ടി പറയാണ്.
അപ്പൊ മനുഷ്യന്റെ മഹത്വം അള്ളാഹു മലായിക്കത്തിനെ പറഞ്ഞു വെക്കുന്നതിലൂടെ, മലായിക്കത്തിനോടുള്ള ഈ ആജ്ഞയിലൂടെ മനുഷ്യന്റെ മഹത്വത്തെ അള്ളാഹു എടുത്തു കാട്ടുന്നുണ്ട്. ഇവിടെ ഇബ്ലീസിനെ ആദം നബി അലൈഹി ഇസ്ലാമിനോട് ചേർത്ത് പറയുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചു. എന്തുകൊണ്ട് ഇബ്ലീസ് എന്ന വാക്ക് ആദം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയുന്നു? അത് ഈ വിഭാഗത്തിന്റെ പിതാവായത് കൊണ്ടാണ് ഇബിലീസ് എന്ന വാക്കിനെ ചേർത്ത് പറയുന്നത്. പിന്നെ ഇബിലീസ് മാലാഖമാരിൽ പെട്ടവനാണോ എന്നുള്ളതിനെ അള്ളാഹു ഇവിടെ തിരുത്തുന്നുണ്ട്. അത്തരത്തിലുള്ള വാദത്തെ അള്ളാഹു തിരുത്തിക്കൊണ്ട് കാനമിനൽ ജിന്നി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ആര്? ഇബിലീസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് മാലാഖമാരിൽ പെട്ടതല്ല. പിന്നീട് എങ്ങനെയാണ് മാലാഖമാർക്കിടയിൽ എങ്ങനെയാണ് ഇബിലീസ് എത്തിപ്പെടുന്നത്? അതിന് നമ്മൾ പറഞ്ഞു, ഇമാം ഷഅറാബി എല്ലാം വിശദീകരിക്കുന്നത്, ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ജിന്ന് വിഭാഗത്തെ അള്ളാഹുവിന്റെ പ്രതിനിധികളായി അള്ളാഹു ഭൂമിയിൽ നിയോഗിച്ചിരുന്നു. അവരില് ഏറ്റവും വിശുദ്ധനായി ഭൂമിയിൽ അള്ളാഹുവിന്റെ അളമത്തിന് നന്നായി ബോധ്യപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്ക് മുറിയാത്ത ദിക്റിലും ശുക്റിലും ഒഴുകിക്കഴിഞ്ഞാല് മാലാഖമാർ വന്ന് മുസാഫഹത്ത് ചെയ്യുമെന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? ഹല്ലല റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ പറയുന്ന ഒരു വർത്താനുണ്ട്, നാഫഖ ഹല്ലല മുനാഫിഖായിരിക്കണു, കപടനായിരിക്കണു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അങ്ങ് എങ്ങനെയാണ് മുനാഫിഖാകുക? അങ്ങ് ശ്രേഷ്ഠനായ സ്വഹാബിയാണല്ലോ, റസൂലുള്ള ഏറെ ആദരിക്കുന്ന വ്യക്തിയാണല്ലോ, എങ്ങനെയാണ് അങ്ങ് മുനാഫിഖാകുക? അപ്പോ അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയുന്ന ഒരു വർത്താനുണ്ട്. എന്താണ്? ഞാൻ റസൂലുള്ളാഹിയിൽ നിന്ന് സ്വർഗത്തെ കേൾക്കുമ്പോൾ സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള വെമ്പലാണ്, നരകത്തെ കേൾക്കുമ്പോൾ ആ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടേയിരിക്കും, അതിന് രക്ഷ തേടാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടേയിരിക്കും. എന്നാൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് പുറത്തു വന്നാല് ഭാര്യയും മക്കളുമായിട്ടെല്ലാം ഇടകലർന്ന് ജീവിക്കുമ്പോഴേ ഇതെല്ലാം ചിന്തയിൽ നിന്ന് മാറിപ്പോവുകയാണ്, ഇതെല്ലാം മറന്നു പോവുകയാണ്. അപ്പൊ ഞാൻ മുനാഫിക്കാണോ എന്ന് എനിക്ക് തന്നെ ഒരു തോന്നല്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള കുഴപ്പം എനിക്കുണ്ട്, എന്നാലും നമുക്ക് റസൂലുള്ളാഹിനോട് പോയിട്ടൊന്ന് ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കാം. അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഇരുവരും പോയിട്ട് ഈ വിഷയം പറയാണ്. ആ സമയത്ത് റസൂലുള്ള പറയാണ്, നിങ്ങൾ മുറിയാത്ത ദിക്റിൽ അള്ളാഹുവിന്റെ സ്മരണയിൽ നിൽക്കുകയാണെങ്കിൽ മലായിക്കത്ത് വന്ന് നിങ്ങൾ മുസാഫഹത്ത് ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനല്ല, മനുഷ്യ ജീവിതം അങ്ങനല്ല. കാരണം ലികുല്ലിൻ സാഅത്തൻ വസാഅത്തൻ വസാഅ, എല്ലാത്തിനും ഓരോ സമയമുണ്ട്, എല്ലാത്തിനും ഓരോ സമയം. അതനുസരിച്ച് മനുഷ്യൻ എന്താക്കണം? അവന്റെ ജീവിതത്തിൽ അവന്റെ ജീവിത പിന്നെ നിമിഷങ്ങളെ അവൻ കഴിച്ചു കടത്തണം. അപ്പൊ എല്ലാ നിമിഷവും മുറിയാത്ത ദിക്റിലുള്ള ഒരു അവസ്ഥാവിശേഷം മനുഷ്യനുണ്ടെങ്കിൽ മലായിക്കത്ത് മുസാഫഹത്ത് ചെയ്യുമായിരുന്നു എന്നാണ് റസൂൽ തന്നെ പഠിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അങ്ങനല്ല, മനുഷ്യന് ഈ ഭൂമിയിൽ അവന് അങ്ങനെ ഇരിക്കേണ്ടവനല്ല. ചില ആളുകൾ പറയും തവക്കുൽ ചെയ്യാന്ന്. തവക്കുലി എന്നുള്ളതിനെ തന്നെ പിന്നെ റസൂലുള്ള വിശദീകരിക്കുന്നത് നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ എങ്ങനെ തവക്കുൽ ചെയ്യേണ്ടത്? പക്ഷികളെ പോലെ തവക്കുൽ ചെയ്യണമെന്നാ. പക്ഷികൾ എന്താ? എന്നിട്ട് അള്ളാഹുന്റെ റസൂൽ വിശദീകരിക്കുകയാണ്, പക്ഷികൾ എങ്ങനെയാണ്? അത് പ്രഭാതത്തിൽ പുറപ്പെടുകയും പ്രഭാതത്തിൽ വയറൊട്ടിയതായി പുറത്തു പോകുകയും വൈകുന്നേരം അത് വയറ് നിറച്ചവരായി തിരിച്ചു വരികയും ചെയ്യണോ? അപ്പൊ ഈ പക്ഷി പുറപ്പെടുക എന്നുള്ള ഒന്നുണ്ട്. എന്തൊന്നിനും ഇറങ്ങുമ്പോൾ നിങ്ങൾ അതിനെ ഞാൻ അള്ളാഹു തവക്കുൽ ചെയ്തിരിക്കുന്നു, അള്ളാഹു എനിക്ക് തരും എന്ന രൂപത്തിൽ ഒരിടത്ത് ഇങ്ങനെ ചടഞ്ഞിരിക്കുന്നതിനല്ല തവക്കുൽ എന്ന് പറയാ. മനുഷ്യൻ വളരെ പിന്നെ എന്താ ജീവസുറ്റവനായിരിക്കണം. അവനിൽ എപ്പോഴും തന്നെ ഒരു ക്രിയാത്മകത നിലനിന്നുകൊണ്ടേയിരിക്കണം. അവൻ ചെയ്യുന്ന ഓരോന്നിലും അള്ളാഹുവിൽ നിന്നുള്ള നന്മയെ അവൻ പ്രതീക്ഷിക്കണം, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തിനെ അവൻ പ്രതീക്ഷിക്കണം. എന്നിട്ട് അവൻ എന്താക്കണം? അതുകൊണ്ട് ഇമാം ഷഅറാബി പറയും, എന്താണ് തവക്കുല്? അത് നിങ്ങളുടെ അവയവങ്ങൾ നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കണം. ആ ചലിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കണം. അതിനൊരു കർഷകനെയാണ് അദ്ദേഹം ഉപമിക്കുന്നത്. ഒരു കർഷകന് പിന്നെ അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ അവൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ അയാൾ പണിയെടുക്കും. അയാൾ കൊത്തി അത് അത് ഉഴുത് മറിച്ച് അത് പാകപ്പെടുത്തി അവസാനം മുകളിലേക്ക് ഒരു നോട്ടുണ്ട്, അല്ലെ? ഇനി എപ്പോഴാണ് മഴ വർഷിക്കുക എന്നുള്ളത്. കാരുണ്യമായി
എല്ലാം തന്നെ മുളച്ചു പൊന്തുവാനെ ഇനി എപ്പോഴാണ്? അത് അള്ളാഹുവിനുള്ള പ്രതീക്ഷയാണ്. പടച്ചോനെ നിനക്ക് മഴ തരണേ എന്നുള്ളത്. അപ്പോ നിങ്ങളുടെ അവയവങ്ങൾ നിരന്തരം ചലിക്കണം, ചലനാത്മകമായിരിക്കണം, ക്രിയാത്മകമായിരിക്കണം. എന്നിട്ട് നിങ്ങൾ എന്താക്കണം? നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ മനസ്സുകൊണ്ട് അള്ളാഹുൽ തവക്കുൽ ചെയ്യണം. അല്ലാതെ തവക്കുൽ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഇരിക്കലല്ല. അപ്പൊ മനുഷ്യന് ഈ ഭൂമിയിൽ ക്രിയാത്മകമായ നിർമ്മിതി നടത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അല്ലാതെ അവന് ഒന്നും ചെയ്യാതെ അവൻ ഇങ്ങനെ ഒരിടത്ത് ഇരിക്കലല്ല. ഇനി ഏതെങ്കിലും ഒരു മനുഷ്യനിൽ അത്തരത്തിലുള്ള മുറിയാത്ത ദിക്റും ശുക്റും മുറിയാറെ നിൽക്കുന്നുവെങ്കിൽ അയാളുടെ കൈകൾ വന്ന് മലായിക്കത്ത് മുസാഫഹത്ത് ചെയ്യുമായിരുന്നു. ഇതാണ് റസൂലുള്ള പറയുന്നത്. അപ്പോ അത്തരത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം ഇദ്ദേഹത്തിന്റെ ഭൂമിയിൽ ഉണ്ടായിരുന്നെന്നും അങ്ങനെ അതിനെ ആദരിച്ചുകൊണ്ടാണ് അയാളെ മലായിക്കത്തിന്റെ സാന്നിധ്യത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുന്നത് എന്നുമെല്ലാമാണ് ഇമാം ഷഅറാവി വിശദീകരിക്കുന്നത്. അങ്ങനെയാണ് മലായിക്കത്തിന്റെ ഇടയിൽ എത്തുന്നത്. ഏതായാലും ഫസഖ അൻ അംരി റബ്ബിഹി, പക്ഷേ മനുഷ്യന് പെടുന്നതിനെ സംഭവിക്കുന്ന അവന്റെ അഹംഭാവം ഇവിടെ ഒന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ, ഔന്നിത്യം ലഭിക്കുമ്പോൾ അവിടെ മനുഷ്യൻ താഴ്മ കാണിക്കുന്നതിനപ്പുറം ധിക്കാരം പുലർത്തേണ്ടവനല്ല. ഈ തോട്ടക്കാരനുമായിട്ട് ഇതിന് ചേർത്ത് വായിക്കണം. പിശാചിന്റെ മനസ്സിനെ കടമെടുക്കുന്ന അവസ്ഥാവിശേഷം മനുഷ്യനുണ്ടാകാൻ പാടില്ല. പിശാചിന്റെ ധിക്കാരഭാവത്തെ കടമെടുക്കുന്ന, അതിനെ പിന്തുടരുന്ന ഒരു ജീവിതശൈലി മനുഷ്യനുണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മൾ തോട്ടക്കാരനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ച് അതിന്റെ മനോഹാരിതയിൽ ലയിച്ച് അതിന്റെ സുഗന്ധങ്ങളും അതുപോലെ തന്നെ സൗഭാഗ്യങ്ങളും സുഖങ്ങളും ആസ്വദിച്ചിരിക്കുമ്പോഴ് ഇനി എന്റേതാണ് എന്ന അഹന്ത, ഞാനാണ് എന്ന ഒരു അഹംഭാവം അത് പാടില്ല. അത് പൈശാചികമാണ്. അപ്പോ ആ പൈശാചികതയെ മനുഷ്യനും ആ പൈശാചികതയെ പിൻപറ്റുന്നവനാണ്. അതുകൊണ്ടാണ് വജഅൽനാലി കുല്ലി നബിയിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി. എന്തുകൊണ്ടാണ് പിശാചിനെ പിൻപറ്റുന്നത് തന്നെ മറ്റൊരു കാര്യമുണ്ട് അതിന്റെ പിറകില്. അതുകൊണ്ട് സൂറത്ത് അഅറാഫില് അള്ളാഹു പറയുന്നുണ്ട്, യാ ബനി ആദം, അല്ലയോ മനുഷ്യരെ, മനുഷ്യ മക്കളെ, ലാ യഫ്തിനന്നകുമു ശൈത്വാനു, ശൈത്താന് നിങ്ങളെ വഴി പിഴപ്പിക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, നിങ്ങളെ പിതാവിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ. എന്താണ്? യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ. അല്ലേ? പിശാച് നിങ്ങളുടെ പിതാവിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി, അദ്ദേഹത്തിന്റെ നഗ്നതയെ വെളിപ്പെടുത്തി. അപ്പോ ഷഹ്വത്ത്, നിങ്ങൾ എവിടെയെല്ലാം പിശാചിനെ പുൽകുന്നുവോ, പിശാചിന്റെ മാർഗമായ ധിക്കാരത്തെയും അതുപോലെ തന്നെ ഷഹ്വത്തിനെയും ശാരീരിക വികാരത്തെയും നിങ്ങൾ പിൻപറ്റുന്നുവോ, അവിടെയെല്ലാം തന്നെ നഗ്നത അങ്ങ് വെളിപ്പെടും. അത് സാമൂഹികമാണ്. ഇവിടെ ഒരു വ്യക്തിയുടെ നഗ്നത വെളിപ്പെടുക എന്നുള്ളത് മാത്രല്ല. അപ്പൊ മനുഷ്യൻ എവിടെ പിശാചിനെ പിൻപറ്റുന്നുവോ അവിടെ അവൻ ഷഹ്വത്തിനെ പിൻപറ്റും എന്നാണ്. വികാരത്തെ പിന്തുടരാനുള്ള ത്വര അവനിൽ ഉണ്ടാവുന്ന. അതുകൊണ്ടാണ് ചില ആളുകള് അവന്റെ ആ വൈകൃതങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അമ്പിയാക്കന്മാരെ വിമർശിക്കുന്നത്. അതുകൊണ്ടാണ് അവന് ചിലതെല്ലാം ചെയ്യേണ്ടതുണ്ട്, ചിലതെല്ലാം അവന് ആസ്വദിക്കേണ്ടതുണ്ട്. അവൻക്ക് അതാണ് മരണാനന്തര ജീവിതത്തെ മറന്നു കഴിഞ്ഞാലുള്ള അപകടമാണ്. അതുകൊണ്ട് ഈ നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുമ്പോഴെല്ലാം തന്നെ അവന് ലുൽമൻ വഗുലുവ എന്ന് പറയും. അവൻ എന്തുകൊണ്ടാണ്? അവൻ തന്നെ സ്വയം ഒരു ദൈവമായിട്ട് അങ്ങ് മാറും. ഞാൻ പറഞ്ഞതാണ് ശരി, ഇനി ഇനി എനിക്ക് അപ്പുറം ഒന്നുമില്ല. അപ്പൊ അവന് ഇച്ഛകളെ, അവന്റെ ശാരീരിക ഇച്ഛകളെ അവന് പ്രകടിപ്പിക്കാനുള്ള മറയായി പിന്നെ അതിനെ മാറ്റുമല്ലോ. അപ്പൊ ഓൻ തന്നെ സ്വയം വലിയവനാകും. ഇലാഹ് എന്നുള്ളതിനെ ഒരു ഒരു മൂർത്തമായ അവസ്ഥയിലിരിക്കുന്ന ഏറ്റവും ആദരണീയമായ ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തെയാണ് ഇലാഹ് എന്ന് പറയുന്നത്. അപ്പൊ സ്വയം തന്നെ ആ രൂപത്തിലേക്ക് അവനങ്ങ് പ്രതിഷ്ഠിക്കും. ആ പ്രതിഷ്ഠിക്കുന്നതിന്റെ പിന്നില് അയാൾ പറയുന്നതാകൂല. അതിന്റെ പിറകില് അദ്ദേഹത്തിന്റെ കുറെ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ആ ലക്ഷ്യങ്ങൾ അത് ഭൗതികമായിരിക്കാം, ഒന്നിനെ ഒറ്റുകൊടുത്തുകൊണ്ട്, ഒരു നന്മയെ ഒറ്റുകൊടുത്തുകൊണ്ട്, ധർമ്മത്തെ ഒറ്റുകൊടുത്തുകൊണ്ട്, സത്യത്തെ വക്രീകരിച്ചുകൊണ്ട്,
ആ സത്യത്തിന് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നവരിൽ നിന്ന് പലതും നേടിയെടുക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിരിക്കും. അതോടൊപ്പം തന്നെ തന്റെ ഇച്ഛാപൂർത്തീകരണത്തിന് നന്മ തടസ്സമാണ് എന്നുള്ള അയാളുടെ ഉള്ളിലുള്ള അയാളുടെ പൈശാചിക തേട്ടമായിരിക്കും. അതുകൊണ്ടാണ് അയാൾ ദുൽമൻ വ ഗുലൂവ, അയാൾ അഹങ്കാരവും അഹന്തയും കൊണ്ടാണ് അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നത് എന്നാ. അത് പിന്നെ ഈ കൂടെ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയുള്ളൂ എന്നുള്ളത് നമ്മൾ ഉമ്മമാരെല്ലാം പറഞ്ഞത് ഇങ്ങനെ കേട്ടിട്ടില്ലേ? ഒന്നുകൊണ്ട് കൂടിക്കൊടുത്താൽ മതി, പിന്നെ ഓരോ സ്വഭാവം നോക്കിയാൽ മതി, പെരുമാറ്റം നോക്കിയാൽ മതി. ചില ആളുകള് സുഹുറുഫൽ ഖൗലി ഗുറൂറ, പിശാച്ചെന്നെ പറയണത് അങ്ങനെയാണ്. പിശാച്ചും പിശാച്ചിന്റെ കൂട്ടാളികളും ഒരു നന്മയിൽ നിന്നൊരു മനുഷ്യനെ തെറ്റിച്ചു കൊണ്ടുപോകാൻ അയാൾ പറയുന്നതിനെ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന അള്ളാഹു എന്നെ പറയണത് അല്ലേ? ഏറ്റവും മനോഹരമായിട്ട് അയാൾ അതിനെ അവതരിപ്പിക്കും. മൊഞ്ചുള്ള വാക്കുകളെ കൊണ്ടേക്കാർ അവതരിപ്പിക്കുക. കേട്ടാല് ഓ, ഇതിനെന്തോ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന രൂപത്തിലായിരിക്കും അയാൾ ആ വിഷയത്തെ അവതരിപ്പിക്കുക. അത് കേൾക്കുന്ന മാത്രയിൽ ശരിയാണല്ലോ, നമ്മൾ എന്തിനാണ് ഈ പിന്തിരിപ്പന്മാരാകുന്നത്, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു കുടുസാർന്ന ജീവിതത്തിലൂടെ എന്തിനാ അങ്ങനെ പോണത്, നമ്മൾ എന്തിനാണ് അങ്ങനെ കെട്ടിയിട്ടതുപോലെ ഇങ്ങനെ പോണത്, ഇതൊന്ന് അഴിച്ചിട്ടൂടെ? ആ, അഴിച്ചിട്ടാലേ നടക്കൂ. അഴിച്ചിട്ടുമ്പോഴാണ്ട് അറിയും അല്ലേ? പണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് തോന്നുന്നുണ്ട്, പിന്നെ അറബിക്കഥയില് പിന്നെ ഒരു പട്ടം പറത്തുന്ന ഒരു കുട്ടിയുടെ കഥയുണ്ട്. ആ കുട്ടി പട്ടം ഇങ്ങനെ പറത്തും, അവസാനം പട്ടത്തോട് പിന്നെ ചിറക് വിരിച്ച് പറക്കുന്ന പിന്നെ പക്ഷികൾ വന്നിട്ട് ഈ പട്ടത്തോട് പറയത്രേ, പിന്നെ നിനക്ക് ഞങ്ങളെപ്പോലെ ഈ പിന്നെ ഞങ്ങളെപ്പോലെ തുറന്ന് ഈ പിന്നെ ഈ വാനലോകത്ത് ഇങ്ങനെ പാറിപ്പറന്നുകൂടെ, നീ എന്തിനാണ് വേറൊരാളെ കയ്യിൽ ഇങ്ങനെ പിന്നെ ബന്ധിതനായി നിൽക്കും? ഇപ്പോ ഈ പട്ടം പറയും, പിന്നെ എനിക്ക് നിങ്ങളെപ്പോലുള്ള ആഗ്രഹമുണ്ട്, എന്നാല് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമെന്ന് ചോദിക്കും. അങ്ങനെ ആ പിന്നെ നൂലങ്ങ് പൊട്ടിക്കുന്നതോട് കൂടിയിട്ട് അതിന്റെ എല്ലാ താളവും തെറ്റി, അതിന്റെ എല്ലാ പിന്നെ ബാലൻസും തെറ്റി, അതങ്ങ് പിന്നെ താഴോട്ട് വന്ന് കുത്തി വീഴും. അപ്പോ ആ ചരട് ഒരു ബന്ധനമായിരുന്നില്ല, അത് ഒരു നന്മയിലുള്ള അതിന്റെ പോക്കിനുള്ള നിയന്ത്രണമായിരുന്നു. അതേപോലെയാണ് മനോഹരമായിട്ട് അതിനെ അവതരിപ്പിക്കും. നീ എന്തുകൊണ്ട് ഞങ്ങളെപ്പോലെ ആയിക്കൂടാ, എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പറന്നുകൂടാ, നമുക്ക് ബന്ധനമില്ലാതെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്തുകൊണ്ട് ജീവിച്ചൂടാ അങ്ങനെയാണ് ചോദിക്കുക. പക്ഷെ ആ ബന്ധനം എന്നുള്ളത് അത് ബന്ധനമായിരുന്നില്ല. അത് വാസ്തവത്തിൽ അയാളുടെ ശരിയായ പിന്നെ രൂപത്തിൽ ചലിക്കുവാനും സംസാരിക്കുവാനും ഇടപെടുവാനും നിലനിൽക്കുവാനും ഉള്ള ഒരു ചരട് മാത്രമായിരുന്നു അതിനെ ബന്ധനമായി കാണുന്ന ലോകത്ത്. ഇതുപോലെയാണ് ഇവരുടെ വർത്തമാനങ്ങള്. ഒരു പട്ടത്തോട് പിന്നെ തുറന്ന വിഹായസിൽ പറക്കുന്ന പക്ഷികളുടെ വർത്തമാനമുണ്ടല്ലോ, അതുപോലെയാണ് ഇവരുടെ വർത്തമാനം. അപ്പൊ സുഹ്റുഫൽ ഖൗലി ഖുറൂറ, വഞ്ചനാപരമായ ഒരു പിന്നെ മൊഞ്ചുള്ള വാക്കുകൾ കൊണ്ട് അവർ മനുഷ്യനെ വഴിപിഴപ്പിക്കുന്ന. അപ്പൊ ഈ ആയത്തിലും അള്ളാഹു പറയുന്നത് അങ്ങനെയാണ്, യാ ബനി ആദം, മനുഷ്യ മക്കളെ, ലാ യഫ്തിനന്നകും ശൈത്താനു, ശൈത്താൻ നിങ്ങളെ പിഴപ്പിക്കാതിരിക്കട്ടെ, കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, നിങ്ങളെ ഉപ്പാനെ പെടുന്നനെ തന്നെ അദ്ദേഹത്തെ ട്രെയിനിങ് കട്ട് ചെയ്തിട്ട് ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കി. അപ്പൊ എവിടെയും അങ്ങനെയാണ്. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇമാം ഷാറാവി പറയുന്നുണ്ട്, അത് ജന്നത്തുൽ ഖുൽദല്ല, അള്ളാഹു മനുഷ്യനെ ഖലീഫയാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഭൂമിയിലേക്ക് ഇറക്കുന്നതിന് മുന്നോടിയായിട്ട് ചില പാഠങ്ങൾ അള്ളാഹു പഠിപ്പിക്കേണ്ടതുണ്ട്. അതിനാവശ്യമുള്ള ഒരു അള്ളാഹുവിന്റെ ഇക്രാമിന്റെ ഭാഗമായി, അള്ളാഹുവിന്റെ ആദരവിന്റെ ഭാഗമായി ആദം നബി അലൈഹി ഇസ്ലാമിനെ പിന്നെ അത്തരം ഒരു സ്വർഗ സമാനമായ ഒരു ഇടത്ത് വെച്ചു. അത് ഭൂമിയിലും മനുഷ്യൻ അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇമാം ഷാറാബി എപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട്, അള്ളാഹുവിന്റെ ബലിഷ്ഠമായ നിർമ്മിതിയുടെ ന്യൂനമായ മോഡൽ അവതരിപ്പിക്കുന്നവരാണ് മനുഷ്യനെ. അപ്പൊ ഒരു പ്രതിനിധിയെ അയക്കുമ്പോൾ അയാൾക്ക് ട്രെയിനിങ് കൊടുക്കും. ആ ട്രെയിനിങ്ങിന്റെ ഭാഗം എന്താണ്? ഇഫ്അൽ വലാ തഫ്അൽ, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പൊ നിർദ്ദേശങ്ങൾ കൊടുക്കും, ആ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഇടപെടണം. ആ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാല് അയാളെ പെട്ടെന്ന് അവിടുന്ന് അയാൾ തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ അയാളുടെ ആ സ്ഥാനത്തെ അയാൾ എന്താക്കും? അത് ഇല്ലായ്മ ചെയ്യും, അത് ക്യാൻസൽ ചെയ്യും. അങ്ങനെയല്ലോ ആണ് മനുഷ്യനും സ്വീകരിക്കുന്നത്.
അള്ളാഹു തന്റെ ഖലീഫയോടുള്ള ആദരവിന്റെ ഭാഗമായി അള്ളാഹു പിന്നെ മനുഷ്യനെ സൃഷ്ടിക്കുകയും ശേഷം അവനെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരിടത്ത് ഇഫ്അൽ വലാ തഫ്അൽ എന്ന നിർദ്ദേശത്തോടു കൂടി അയാളെ വെച്ചു. അവിടെ അതിൽ പിഴവ് സംഭവിച്ചു. അപ്പോ ആദം നബി അലൈഹി സ്വലാം നബിയായിരുന്നില്ലേ? അപ്പൊ നബി എങ്ങനെയാണ് പാപം ചെയ്യുക? ഇല്ല, അത് നുബൂവത്തിന്റെ മുമ്പായിരുന്നു. അത് അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം തൗബ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നാം എന്താക്കി? അദ്ദേഹത്തിന്റെ തൗബ നാം സ്വീകരിക്കുകയും അദ്ദേഹത്തെ നാം തൗബ സ്വീകരിച്ച് അദ്ദേഹത്തെ നാം ഉത്കൃഷ്ടമായ സ്ഥാനത്ത് അവരോധിക്കുകയും ചെയ്തു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ നുബൂവത്തിന്റെ മുമ്പായിരുന്നു അത്. അപ്പോ ഇതിലെല്ലാം തന്നെ കുറെ ചിന്തകളുണ്ട്, കുറെ പാഠങ്ങളുണ്ട് അള്ളാഹു. അപ്പോ പിശാചിനെ പിൻപറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ്? പിശാചിനെ പിൻപറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നഗ്നനാകുമെന്നാണ്. ചിന്താപരമായ നഗ്നത സംഭവിക്കും, അതുപോലെ തന്നെ ശാരീരികമായ നഗ്നത സംഭവിക്കും. വസ്ത്രം മാത്രമല്ല, കാരണം ഈ സൂറത്ത് അഹ്റാഫിന് മുമ്പിലുള്ള ഇതേ ആയത്തിന് മേലുള്ള ആയത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഇത് രണ്ടിനും കൂടി ചേർത്ത് വായിച്ചു കഴിഞ്ഞാല് ഇന്ന് നമുക്കിടയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളെ മുഴുവനും അള്ളാഹു എന്താക്കുന്നുണ്ട്? അള്ളാഹു അങ്ങ് വരച്ചു കാണിക്കുന്നുണ്ട്. ഇതിന് മുമ്പിലുള്ള ആയത്ത് എന്താണ്? ഇതിന് മുമ്പിലുള്ള ആയത്ത് യാ ബനി ആദം അത് അൻസൽന അലൈക്കും ലിബാസൻ യുവാരി സൗആത്തിക്കും വരീഷ എന്ന ആയത്താണ് ഇതിന് മേലുള്ളത്. അല്ലയോ മനുഷ്യ മക്കളെ, എന്താണ്? കത് അൻസൽന, നാം നിങ്ങൾക്ക് ഇറക്കിയിരിക്കുന്നു, ലിബാസൻ വസ്ത്രം, യുവാരി സൗആത്തിക്കും, നിങ്ങളുടെ നഗ്നത മറക്കുന്ന വസ്ത്രം നിങ്ങൾക്ക് ഇറക്കിയിരിക്കുന്നു, വരീഷൻ, അതുപോലെ തന്നെ തുവൽ വസ്ത്രങ്ങളും നിങ്ങൾക്ക് ഇറക്കിയിരിക്കുന്നു. തണുപ്പ് കാലത്ത് നിങ്ങൾക്ക് തണുപ്പിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനുള്ള വസ്ത്രവും നിങ്ങൾക്ക് ഇറക്കി. വരീഷൻ എന്നുള്ളത് എന്താണ്? ഈ പക്ഷികളുടെ തൂവലില്ലേ, അതാണ്. അതുകൊണ്ട് അങ്ങനത്തെ വസ്ത്രങ്ങൾ ഇന്ന് മനുഷ്യൻ ധരിക്കുന്നുണ്ട് അല്ലെ? അവന് തണുപ്പേൽക്കാത്ത രൂപത്തില് അവന്റെ ശരീരത്തെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളും അള്ളാഹു ഇറക്കിയിരിക്കുന്നു. വലിബാസു തഖ്വ, എന്നാൽ ഈ വസ്ത്രം ധരിച്ചോൻ തന്നെയാണ് നഗ്നനായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നഗ്നത എന്ന് പറഞ്ഞാല് അത് വസ്ത്രമില്ലാത്തൊരവസ്ഥയല്ല, എന്നാൽ വസ്ത്രം ധരിച്ചോനും നഗ്നനായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു പൈശാചികമായ വഴി നിങ്ങൾ സ്വീകരിച്ചു നോക്കൂ. ചിന്തയും മനസ്സും വാക്കുകളും എല്ലാം തന്നെ അതിവൃത്തികേടിന്റെ ഒരു തുറന്ന വഴിയിലൂടെ നടന്നു പോകുന്നുണ്ടാവും, തുറന്ന വഴിയിലൂടെ. അതുകൊണ്ട് നിങ്ങൾ സ്ത്രീയും പുരുഷനും അവര് പുറത്തിറങ്ങിക്കഴിഞ്ഞാല് അവരുടെ ദൃഷ്ടിയെ താഴ്ത്തണം എന്ന് പറയുന്നുണ്ട് അല്ലെ? ഒന്നാമത്തെ നോട്ടം നിന്നിൽ നിന്നാണ്, രണ്ടാമത്തെ നോട്ടം പിശാചിൽ നിന്നാണ് റസൂൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ നോട്ടം നോക്കുമ്പോൾ ഇമാം തൊന്താവി പറയുന്നത് പോലെ, തന്റെ മകളോടുള്ള ഉപദേശത്തിൽ ഇമാം തൊന്താവി പറയുന്ന ഒരു വർത്താനുണ്ട്. അതായത്, മകളെ, നിന്നെ ഒരു പുരുഷൻ അവന്റെ മുമ്പിൽ നഗ്നനായി അവതരിപ്പിക്കുന്നു എന്നുള്ളത്, നഗ്നനായി അവതരിപ്പിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ നോട്ടം നോക്കിക്കഴിഞ്ഞാല്, അതുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ തന്നെ ഒരു സ്ത്രീയെ നോക്കാൻ എത്രയോ സെക്കൻഡ് ഉണ്ട് അല്ലെ? ഒരു പുതിയ ലോകത്താണ് ആ ഒരു നിയമം വെക്കുന്നത്. ഇത്ര സെക്കൻഡ് ഒരു സ്ത്രീയുടെ മുഖത്തേക്കാണ് നോക്കാൻ പാടുള്ളൂ എന്ന് അള്ളാഹു പറയാണ്. നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അള്ളാഹുന്റെ റസൂൽ പറയാണ്, നിങ്ങളുടെ ഒന്നാമത്തെ നോട്ടം നിങ്ങളിൽ, രണ്ടാമത്തെ നോട്ടം നിങ്ങൾ വീണ്ടും തലതിരിച്ച് നോക്കിയോ, അത് പിശാചിൽ നിന്നാണ്. അതോടുകൂടി നഗ്നത വെളിപ്പെടുന്ന. അപ്പോ ആ പിശാചിനെ സ്വീകരിക്കുന്ന ഒരു സമീപനം കൂടി അതിൽ വരുന്നുണ്ട് കേട്ടോ. അല്ലാതെ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഈ പറയണത്, എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയണത്. പക്ഷെ ഒരു തിയറിയാണത്. പക്ഷെ അതിന്റെ ഉള്ളിൽ പിന്നെ ഒരു സംഭവം ഉണ്ടാവും. എന്താണ്? അള്ളാഹു പറയാണ്, നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാല് നിങ്ങൾ എന്താക്കണം? ആണിനോടും പെണ്ണിനോടും നിങ്ങളുടെ ദൃഷ്ടിയെ നിങ്ങൾ എന്താക്കണം? താഴ്ത്തണം. എന്നാൽ നിങ്ങളൊരു വ്യക്തിനോട് സംസാരിക്കുകയാണ്. ആ വ്യക്തിനോട് സംസാരിക്കുമ്പോഴേ ആ സമയത്ത് നിങ്ങളുടെ ചിന്ത നിങ്ങൾ സംസാരിക്കുന്ന ഒന്നിലായിരിക്കും. അപ്പോ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി സംസാരിക്കുക എന്നുള്ളത് ആ വ്യക്തിയോടുള്ള ആദരവിന്റെ ഭാഗമാണ്. അപ്പൊ എപ്പോഴും ഇങ്ങനെ തുറച്ചു നോക്കുക എന്നുള്ളതൊന്നും അല്ല കേട്ടോ അതിന്റെ അർത്ഥം. പക്ഷെ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്, എങ്ങനെയാണ് ഒരു വ്യക്തിയോട് സംസാരിക്കേണ്ടി എന്നുള്ളത്. അപ്പൊ അപ്പോഴും ആ വ്യക്തിയെ നിന്ദിക്കുന്ന നിരാകരിക്കുന്ന രൂപത്തിലാകാൻ പാടില്ല, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും. പക്ഷെ അപ്പോഴും സ്വീകരിക്കേണ്ട മാന്യമായ സമീപനങ്ങളും മാന്യമായ രീതികളുണ്ട്
ഏതായാലും അതെല്ലാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു സംഭവങ്ങളാണ്, എങ്ങനെയാണ് അതിൽ ഇടപെടേണ്ടത്. അതൊന്നും ഒരു കീറി മുറിച്ചിട്ട് പിന്നെ പറയേണ്ട ഒരു വിഷയമൊന്നല്ല. അതൊരു വ്യക്തി സ്വയം തിരിച്ചറിഞ്ഞ് ഇടപെടേണ്ട ഒരു വിഷയങ്ങളാണ് അതെല്ലാം തന്നെ. അപ്പൊ അള്ളാഹു ഇവിടെ പറയുന്നത് ലിബാസ യുവാരി സൗ ആത്തിക്കും വരീഷ, അള്ളാഹു നിങ്ങൾക്ക് ഇറക്കിയിരിക്കുന്നു. ഇവിടെ അൻസല എന്നുള്ളൊരു വാക്കുണ്ട്. ഇത് നമ്മളെ ഈ സൂറത്ത് കഹ്ഫുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച അല്ലാത്തത് കൊണ്ട് ഞാൻ ആ വാക്കിലേക്ക് പോകുന്നില്ല. ഇവിടെ അൻസല അലൈക്കും എന്നാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ട് അൻസല എന്ന് ഉപയോഗിച്ചു എന്നുള്ളതാണ്, അത് വലിയ ചർച്ച ഉണ്ട്. അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇറക്കി എന്നുള്ളത്. അപ്പോ റഹ്മത്ത് എപ്പോഴും മുകളിൽ നിന്നാണ് പിന്നെ ഉണ്ടാകുക. അപ്പോ വസ്ത്രം റഹ്മത്താണ്. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് നാം മൃഗങ്ങളെ ഇറക്കി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇറക്കി എന്ന് പറയുന്നത്? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹദീദിനെ നാം ഇറക്കി, ഇരുമ്പിന് നാം ഇറക്കി എന്ന് പറയുന്നുണ്ട്. വഅൻസൽനൽ ഹദീദ. അങ്ങനെയല്ലോ. അപ്പൊ അൻസല എന്ന വാക്ക് അതൊരു ശ്രദ്ധേയമായ വാക്കാണ്. ഇപ്പൊ ഖുർആനെ കുറിച്ച് പറയുമ്പോഴും അൻസല എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. അപ്പൊ അതൊരു ഒരു ചർച്ചാ വിഷയമാണ്. അത് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഖുർആനെ പിന്നെ നസ്സല എന്നുള്ള വാക്കുകൊണ്ട് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ പിന്നെ അൻസല എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിന് പിറകിലുള്ള തേട്ടം എന്താണ്, നസ്സല എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിന്റെ തേട്ടം എന്താണ്, നസല എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ലിബാസിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെയും അൻസല എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ അതെന്താണ്, അത് ഇൻഷാ അള്ളാ നമ്മൾ ഇതില് പിന്നെ വേറൊരു സ്ഥലം പിന്നെ ഒരായത്ത് വരുന്നിടത്ത് അത് വിശദീകരിക്കാവുന്നതാണ് ഇൻഷാ അള്ളാ. അപ്പൊ ഇവിടെ എല്ലായിടങ്ങളിലും പിന്നെ വലിബാസു തഖ്വ, എന്നാല് തഖ്വയുടെ വസ്ത്രം. നമ്മൾ തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ മുമ്പ്. എന്താണ് ഇജഅൽ ബൈനക വ ബൈനന്നാരി വിഖായതൻ, നരകത്തിന്റെയും നിന്റെയും ഇടയിൽ ഒരു മറയിട്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും ഒരു സൂക്ഷ്മത പാലിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലിലാണ് എന്തെന്ന് പറയാ, തഖ്വ എന്ന് പറയാ. അത് അള്ളാഹുമായിട്ട് അള്ളാഹുവിന്റെ പിന്നെ ജലാലത്തിന്റെ സിഫത്തുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലാണെങ്കിൽ ഇജഅൽ ബൈനക വ ബൈനല്ലാഹി വിഖായതൻ എന്നാണ് പറയുക. അപ്പോ അത് നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ദാലിക ഖൈറുൻ ആയാത്തില്ല, അതെല്ലാം അള്ളാന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ അഗാധമായി ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ആയത്തിന് ശേഷമാണ് പിന്നെ അള്ളാഹു വീണ്ടും മനുഷ്യ മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നത്, യാ ബനി ആദം ലാ യഫ്തിനന്നകും അശ്ശൈത്വാനു കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്നതി യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ. മറ്റൊരിടത്ത് അള്ളാഹു വേറൊരു സൂറത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫവസ്വസ ലഹുമ അശ്ശൈത്വാനു ലിയുബ്ദിയ ലഹുമാ മാ ഉരിയ അൻഹുമാ മിൻ സൗആതിഹിമാ എന്ന് പറയുന്നുണ്ട് അല്ലെ. അവർക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കി, അവർക്ക് വെളിപ്പെടാൻ വേണ്ടിയിട്ട്, അവർ മറച്ചു വെച്ച ഗോപ്യമായി വെച്ച ഒന്നിനെ പുറത്തു കൊണ്ടുവരാൻ, വെളിപ്പെടുത്തുവാൻ അവരിൽ വസ്വാസ് ഉണ്ടാക്കിയെന്ന. അതുകൊണ്ട് ഇഫ്അൽ എന്ന് പറഞ്ഞതിനോട് നീ പിന്നെ ലാ തഫ്അൽ എന്ന് പറഞ്ഞത്, ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ ചെയ്യുന്ന സ്വഭാവം, അങ്ങോട്ട് കാല് വെക്കരുത് എന്ന് പറഞ്ഞതിനെ കാല് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അപകടം, ആ അപകടമാണ് പിശാച് ഉണ്ടാക്കിയത് എന്നാ. നന്നായി ചിന്തിച്ച് വായിച്ച് നമ്മളെ മക്കളിൽ നന്നായി ഉപദേശിച്ച് ഒരു പുതിയ ലോകത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ ഒരു മഹാപ്രതിസന്ധി ഉണ്ട്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ ഇത്തരത്തിലുള്ള വൈകാരിക ജീവികൾ കടന്നു വന്ന് ആ ഭൂമികയിലും ദൈവമേ എന്ന് വിളിച്ചു നിൽക്കുന്ന മനുഷ്യനോട് തന്നെയാണ് ഓനെ പറയുന്നത് അങ്ങനൊന്നും ഇല്ല എന്നുള്ളത്. അവിടെ ഒരു നന്മയുള്ള മനസ്സോടുകൂടി മനുഷ്യന്റെ പക്ഷം ചേർന്ന് മനുഷ്യനോട് കരുണ കാണിച്ച് അവനാൽ കഴിയുന്നത് ചെയ്യുന്നതിനപ്പുറം അവിടെയും പിന്നെ നിഷേധഭാവം പുലർത്തി ധിക്കാരം പുലർത്തി നിൽക്കുന്ന അഹങ്കാരികളായ ഒരു വിഭാഗം. അപ്പോ പിന്നെ ഇവിടെ ഒരു പുതിയ ലോകത്ത് നമ്മൾ നന്നായി വായിച്ച് മനസ്സിലാക്കേണ്ട കുറെ വിഷയങ്ങളാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങളെ പിതാവിനെ പുറത്താക്കിക്കണട്ടോ, നിങ്ങൾ അതിനെ സൂക്ഷിക്കണം. അപ്പൊ തത്തഹിദൂനഹു വദുർരിയ്യതഹു ഔലിയാ മിൻ ദൂനി, എന്നെ കൂടാതെ നിങ്ങൾ ഈ അപകടത്തെ നിങ്ങൾ നിരന്തരം വായിക്കണം എന്നാണ്, നിരന്തരം പഠിക്കണം. ഇതാ നിങ്ങൾക്ക് മുമ്പിൽ വരാനിരിക്കുന്ന ഒരു മഹാലോകമുണ്ട്, ഒരു പരീക്ഷാ ദിവസമുണ്ട്, ഒരു പരീക്ഷാ ഹാളുണ്ട്. അവിടെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും, നിങ്ങൾ കർമ്മങ്ങൾ ചോദ്യം ചെയ്യപ്പെടും.
നിങ്ങളത് വിസ്മരിക്കേണ്ട കേട്ടോ. ഇതാ ആ വിസ്മൃതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകളെ, പിശാചിന്റെ ഇടപെടലിനെ നിങ്ങൾ ഗൗരവപൂർവ്വം മുഖവിലേക്കെടുത്തോളൂ എന്ന സ്നേഹത്തോടു കൂടിയുള്ള പ്രപഞ്ചനാഥനായ സർവശക്തനായ നാഥന്റെ ഇടപെടലാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഇവിടെ ഔലിയാ അമീൻ വഹും ലക്കും അദുവ്വുൻ. അള്ളാഹു ഈ ഭൂമിയിൽ വെച്ച് തന്നെ പറയാണ്, ഇത് അവൻ നിങ്ങൾക്ക് ശത്രുവാണ് കേട്ടോ. ബദല, അക്രമികൾക്ക് പകരമായി ലഭിച്ചത് എത്രമാത്രം മോശമായ ഒന്നാണ് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നല്ല ചിന്തയും നല്ല ബോധവും നൽകട്ടെ. നമ്മുടെ ജീവിതത്തെ അള്ളാഹു ക്രമീകരിക്കട്ടെ. നന്നായി മനസ്സിലാക്കി നന്നായി ചിന്തിച്ച് കാര്യങ്ങളെ നോക്കുവാനും വിലയിരുത്തുവാനും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും കഴിവും ശക്തിയും ഈമാനും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ നമ്മളിൽ നിന്ന് ഈയിടെ പ്രളയത്തിൽ, ദുരന്തത്തിൽ, മലയിടിച്ചിലെല്ലാം തന്നെ മരിച്ചുപോയ നമ്മൾ എത്രയോ കുടുംബങ്ങളുണ്ട്, നമ്മുടെ മക്കളുണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവർക്ക് ഷഹാദത്തിന്റെ പ്രതിഫലം നൽകി അള്ളാഹു അവരെ സ്വീകരിക്കട്ടെ. സ്വർഗീയ ലോകത്ത് നമ്മളെയും അവരെയും അള്ളാഹു ഒരുമിപ്പിച്ചു കൂട്ടട്ടെ. അള്ളാഹു വേദനിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ. അള്ളാഹു അവർക്ക് ശാന്തി നൽകട്ടെ. അവരുടെ വീടുകളിൽ അള്ളാഹു സമാധാനവും ശാന്തിയും അള്ളാഹു നിലനിർത്തട്ടെ. സ്വർഗീയ ലോകത്ത് അള്ളാഹു ഒരുമിപ്പിച്ചു കൂട്ടട്ടെ. അന്ന് നമുക്ക് അവരോട് എല്ലാവരോടും ചോദിക്കാം, എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ച് ഒന്നുകൂടി നമുക്ക് ഈ രണ്ട് ആളുകള് സ്വർഗത്തിൽ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വർത്താന റസൂലുള്ള പറയുന്നുണ്ട്. രണ്ടാളുകൾ ഭൂമിയില്, രണ്ട് ശുഹദാക്കള്, ഒരാളുടെ കൈകളെ കൊണ്ട് രക്തസാക്ഷിയായി പിന്നീട് അത് അള്ളാഹുവിന് കീഴ്പ്പെട്ട് അവർ സ്വർഗത്തിൽ കണ്ടുമുട്ടുമ്പോൾ പോകുന്ന അവസ്ഥയെ കുറിച്ച് റസൂലുള്ള പറയുന്നുണ്ട്. അതുപോലെ നമ്മളെല്ലാവരും ഇങ്ങനെ സ്തബ്ധരായി നിൽക്കുകയാണ്. ഒരു അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരിടത്തേക്കാണ് എൻ്റെ മോള് വന്നത്. അവളും അവളുടെ കുട്ടികളും ഭർത്താവും എല്ലാം തന്നെ വന്നു. പക്ഷേ ഒരിക്കലും ഒരു പ്രതീക്ഷയുമില്ലാതെ അവരുടെ വീട്, അവര് ഉപേക്ഷിച്ചു പോകുന്ന വീട് അവിടെ നിൽക്കുകയും അവര് താമസിച്ച വീട് നശിച്ചു പോകുകയും അതിൽ അവര് മരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥാവിശേഷം. ഈ നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ നമ്മുടെ അവിടെ ഒരു അപകടം നടന്നു വയനാട്ടില്. ആ ഉദ്ഭവ അത് പൊട്ടി പോന്ന അതിന്റെ ആ ഉദ്ഭവ ഇടത്താണ് അവരുടെ വീടുള്ളത്. അവരുടെ വീട് അവർ ഒഴിവാക്കി താഴോട്ട് വന്നതായിരുന്നു. ആ വീടിനൊന്നും പറ്റിയില്ല. എന്നാല് അവര് സേഫാണെന്ന് കരുതിയ വീടും അവരും എല്ലാം തന്നെ അള്ളാഹു എടുത്തു കളഞ്ഞു. അപ്പൊ അള്ളാഹിന്റെ തഖ്ദീറും തദ്ബീറും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറാണ്. അത് മറ്റൊരു വിഷയം. ഏതായാലും അവർക്കെല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവർക്കെല്ലാവർക്കും അള്ളാഹു സ്വർഗീയ ലോകത്ത് ഉന്നതമായ സ്ഥാനം നൽകി അള്ളാഹു അവരെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മൾക്ക് രക്ഷ നൽകുകയും സ്വർഗീയ ലോകത്ത് നമ്മളെല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. വാഹൃദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.